വനിതാ സംവരണ ബിൽ ഇന്ന് പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് വരികയാണ്. നിർണായകമായ വോട്ടെടുപ്പ് ഇന്ന് നടക്കും. ബില്ലിനെ എതിർക്കുന്നവർക്ക് സ്ത്രീകൾ മാപ്പ് പറയില്ല എന്നാണ് പ്രധാനമന്ത്രി ഇന്നലെ പാർലമെന്റിൽ വ്യക്തമാക്കിയത്. 2029 പൊതു തെരഞ്ഞെടുപ്പ് മുതൽ സ്ത്രീകൾക്ക് ലോക്സഭയിലും നിയമസഭകളിലും 33% സംവരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്രം ഭേദഗതി ബിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സീറ്റുകൾക്ക് തിരിച്ചടി ഉണ്ടാകും എന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ ആശങ്ക. അത് അത്തരത്തിലാണ് അവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ വരുന്നതും. KP അഭിലാഷ് ശരിയാണ്. അഭിലാഷ്, 360 അംഗങ്ങളുടെ പിന്തുണ വേണം. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്ര പെട്ടെന്ന് നടപ്പിലാക്കുന്ന ഒരു കാര്യമല്ല. മറ്റെന്തെങ്കിലും ഒരു പ്ലാൻ ബി ഉണ്ടോ സർക്കാരിന്? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. നിലവിൽ കക്ഷിനില അനുസരിച്ചും അതോടൊപ്പം തന്നെ ബില്ലിനെ എതിർക്കുന്നവരുടെ അംഗബലം കണക്കാക്കുമ്പോഴും ഈ ബിൽ കടക്കുക എന്നത് ഏറെ പ്രയാസകരം എന്ന് വേണം നിരീക്ഷിക്കാൻ. കാരണം ഇന്നലെ ആണ് ലോക്സഭയിൽ വനിതാ സംവരണം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട ഭേദഗതി ബിൽ അവതരിപ്പിച്ചത്. ആ അവതരണ ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷം അതിശക്തമായ പ്രതിഷേധം ആണ് ഉയർത്തിയത്. സാധാരണ ലോക്സഭയിൽ ബില്ലുകൾക്ക് അവതരണാനുമതി തേടുമ്പോൾ ശബ്ദ വോട്ടോടുകൂടി ഇത് പാസ്സാക്കുന്ന സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. ഇന്നലെയും സമാനമായ സാഹചര്യത്തിൽ തന്നെയായിരുന്നു ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇത്തരത്തിൽ ബില്ലിന് അവതരണാനുമതി ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. എന്നാൽ പ്രതിപക്ഷം അതിശക്തമായ വിമർശനം ഉന്നയിക്കുകയും പിന്നീട് വോട്ടെടുപ്പിലേക്ക് പോകണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇന്നലെ 436 അംഗങ്ങൾ ആണ് ഈ സഭാ നടപടികൾ നടക്കുമ്പോൾ, അതായത് ബില്ല് അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ സഭയിൽ ഉണ്ടായിരുന്നത്. സഭയുടെ ചട്ടം അനുസരിച്ച് ഒരു ബിൽ അവതരിപ്പിക്കണമെങ്കിൽ ആകെ പങ്കെടുക്കുന്ന അംഗങ്ങളുടെ 50% വോട്ട് ലഭിച്ചാൽ മതി എന്നുള്ളതാണ്. അത് മറികടക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചു. അതായത് 230-ൽ അധികം അംഗങ്ങൾ ഈ ബില്ലിൻ്റെ അവതരണാനുമതിയെ അനുകൂലിച്ചു. പക്ഷേ രഞ്ജിത്ത് ചോദിച്ചതിലെ ഏറ്റവും നിർണായകമായ കാര്യം എന്നത് ബില്ലിൻ്റെ അവതരണ അനുമതിയെ തന്നെ എതിർത്തത് 185 അംഗങ്ങൾ ആണ് എന്നുള്ളതാണ്. അതായത് ബില്ല് അവതരിപ്പിക്കുന്നതിനെ തന്നെ എതിർത്ത ഈ 185 അംഗങ്ങൾ തീർച്ചയായും ഇന്ന് വൈകിട്ട് 4 മണിക്ക് നടക്കാൻ പോകുന്ന ചർച്ചയുടെ അന്ത്യത്തിലും വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അത് വലിയ തോതിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന കേന്ദ്ര സർക്കാരിന് എന്നതാണ്. നിലവിൽ 540 അംഗങ്ങൾ ഉള്ള ലോക്സഭയിൽ ഈ ബില്ല് പാസ്സാകണമെങ്കിൽ 50% പിന്തുണ പോരാ, മറിച്ച് 2/3 ഭൂരിപക്ഷമാണ് വേണ്ടത്. അങ്ങനെയെങ്കിൽ 360 അംഗങ്ങളുടെ പിന്തുണയാണ് ബിൽ പാസ്സാകാൻ വേണ്ടത്. അവിടെ 185 അംഗങ്ങൾ ഇപ്പോൾ തന്നെ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ 360 എന്ന ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കേന്ദ്ര സർക്കാരിന് സാധിക്കില്ല. അതേസമയം കേന്ദ്ര സർക്കാർ ആർജവത്തോടു കൂടി തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഈ ബിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയെടുക്കും എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ അവകാശവാദം. ഒപ്പം ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടത്, ബിൽ ഇന്ന് ലോക്സഭയിൽ പരാജയപ്പെടുകയാണ് എങ്കിൽ പിന്നീട് രാജ്യസഭയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നതാണ്. ഇന്നലെ ബില്ലിൻ്റെ അവതരണാനുമതി തേടിയിട്ടുള്ള സർക്കാരിൻ്റെ വാദത്തിൽ തന്നെ ഈ ബില്ല് ഏതെങ്കിലും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെ കവർന്നെടുക്കുന്നില്ല. ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും തുല്യമായ പ്രാതിനിധ്യം തന്നെയാണ് ലഭിക്കാൻ പോകുന്നത്. അതുമാത്രവുമല്ല, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം വർദ്ധിക്കും എന്നുകൂടിയാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെട്ടത്. പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നിയമമന്ത്രി അർജുൻ മേഘ്വാളും ഇതേ നിലപാട് തന്നെയായിരുന്നു സഭയിൽ ആവർത്തിക്കുകയും ചെയ്തത്. ഇപ്പോൾ പല പ്രതിപക്ഷ പാർട്ടികളും ഉന്നയിക്കുന്ന ആരോപണം എന്നത് ഹിന്ദി ഹൃദയഭൂമിയായിട്ടുള്ള ഇടങ്ങളിൽ, അതായത് ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ സീറ്റുകളുടെ എണ്ണം 50% വർദ്ധിക്കുന്നതോടുകൂടി അധികാരത്തിൽ തുടരുവാൻ പറ്റുന്ന ഉപായമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി വനിതാ സംവരണത്തെ മറയാക്കുന്നു എന്നുള്ളതാണ്. കേരളം ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾക്ക് വലിയ തോതിൽ പ്രാതിനിധ്യം കുറയും എന്ന വാദം കൂടിയാണ് ഉന്നയിക്കുന്നത്. ഈ ബില്ലിന് എതിരെ അതിരൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുള്ളത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ്. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന ഈ 5 സംസ്ഥാനങ്ങളിലെ നിലവിലെ MP-മാരുടെ എണ്ണം എന്നത് കേവലം 129 മാത്രമാണ്. അതായത് ലോക്സഭയിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം എന്നത് 24% താഴെയാണ്. ബിൽ പാസ്സാക്കപ്പെടുകയാണെങ്കിൽ ഈ 129 എന്നത് 165 മുകളിലേക്ക് എത്തുമെന്നും അപ്പോൾ 24% വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് എന്നുമാണ് അമിത്ഷാ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ സാങ്കേതികത്തെ ആണ് പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് ഉൾപ്പെടെ സൂചിപ്പിക്കുന്നത്. അതായത് അദ്ദേഹത്തിന് വലിയ പ്രശ്നം അഭിലാഷ്, ഇതിൻ്റെ ഒരു നടപ്പിലാക്കുന്ന രീതിയെ പ്രതിപക്ഷം സംശയിക്കുന്നുണ്ട്. ഇത്രയധികം സീറ്റെണ്ണമൊക്കെ വന്നാൽ സ്വാഭാവികമായും UP പോലെയുള്ള സ്ഥലങ്ങളിലാകും സീറ്റിൽ വലിയ വർധനവുണ്ടാവുക. ആനുപാതികമായ ഒരു വർധന ഒരുപക്ഷെ ഇങ്ങോട്ടേക്ക് വരണമെന്നില്ല. നേരത്തെ അഭിലാഷ് ചൂണ്ടിക്കാണിച്ച ഇപ്പോൾ തന്നെ സീറ്റെണ്ണം കുറവുള്ള സംസ്ഥാനങ്ങളാണ്. ഇത് ഇത്തരത്തിൽ നടപ്പിലാക്കുമ്പോൾ പല വിധത്തിലുള്ള ആശങ്കകൾ, അതായത് ഇപ്പോഴുള്ള തരത്തിൽ തന്നെ
ഈ 540 നടപ്പിലാക്കിക്കൂടെ എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. അതിൽ 33% സംവരണം. നമുക്കറിയാം എത്രയോ വർഷങ്ങളായി ഈ ബില്ല് ഇത്തരത്തിലൊരു ആശയം ഭരണഘടനാനുസൃതമായി തന്നെ ഉള്ളതാണ്. അത് നടപ്പിലാക്കാനായി ഒരു സർക്കാർ തുനിഞ്ഞിറങ്ങുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തി എന്ന തരത്തിലുള്ള പ്രചരണവും ഇനിയിപ്പോൾ ഇത് പാസ്സായില്ലെങ്കിൽ BJPക്ക് നടത്താമല്ലോ, അങ്ങനെ ഒരു സാധ്യത കൂടി തുറന്നിട്ടുകൊണ്ടാണ് ഈ ബില്ലിലേക്ക് എത്തുന്നത് അവർ. രഞ്ജിത്ത്, നമുക്കറിയാം വനിതാ സംവരണം എന്നത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇന്ത്യയുടെ ലോക്സഭയിലും രാജ്യസഭയിലുമൊക്കെ പലപ്പോഴായി മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഉയർത്തി കാണിച്ചിട്ടുള്ളതാണ്. വനിതാ സംവരണത്തെ അനുകൂലിക്കുന്ന നിലപാടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ പോലും അതിനകത്തെ രാഷ്ട്രീയം എന്നത് വളരെ പ്രകടമാണ് എന്നതാണ് പറയേണ്ടത്. അതിൽ BJP എന്നോ NDA എന്നോ അല്ലെങ്കിൽ CPIM എന്നോ കോൺഗ്രസ് എന്നോ ഒന്നും വ്യത്യാസമില്ല എന്ന് വേണം ഇപ്പോഴത്തെ ലോക്സഭയിലെ നടപടിക്രമങ്ങളെ വിലയിരുത്തുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. അതായത് നമുക്കറിയാമല്ലോ, ഇതേ നരേന്ദ്രമോദി സർക്കാർ തന്നെയാണ് ഈ വനിതാ സംവരണം എന്ന നടപടി അല്ലെങ്കിൽ ബില്ലുമായി മുന്നോട്ട് പോകാൻ ആർജവം കാണിക്കുകയും അങ്ങനെ 2023 അടക്കം ഈ ബില്ല് പാർലമെന്റിൽ എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. അന്ന് നിറഞ്ഞ കയ്യടിയാണ് NDA സർക്കാരിന് ലഭിച്ചത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത്. എന്നാൽ അതിനുശേഷം ആണ് ഈ വനിതാ സംവരണം നടപ്പിലാക്കുമ്പോൾ നിലവിലെ 543 എന്ന അംഗബലത്തിന് പകരം 850, ഏറ്റവും കൂടിയത് 850 എന്ന നിലയിലേക്ക് ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. ഇപ്പോൾ ഒരു ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ അവകാശപ്പെട്ടിരുന്നത് ജനസംഖ്യ ആനുപാതികമായിട്ടായിരിക്കണം ലോക്സഭയിലെ MPമാരുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടത് എന്നതായിരുന്നു. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഉത്തർപ്രദേശ് പോലെ ഉള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ തോതിൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കുകയും കേരളവും തമിഴ്നാടും കർണാടകവും ഉൾപ്പെടെ ഈ ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ നഷ്ടവും ഉണ്ടാകുമായിരുന്നു. അത് രാഷ്ട്രീയമായി കൂടി പറഞ്ഞു ബോധിപ്പിക്കാൻ NDAക്ക് പ്രയാസകരമാകുന്ന സാഹചര്യത്തിലാണ് പിന്നീട് എല്ലാ സംസ്ഥാനങ്ങൾക്കും 50% എന്നതിലേക്ക് NDA എത്തിച്ചത്. അതിൻ്റെ രാഷ്ട്രീയം വളരെ ലഘുവായി നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർണാടകവും തമിഴ്നാടും ആന്ധ്രാപ്രദേശും തെലങ്കാനയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ MPമാരുടെ പട്ടിക പരിശോധിച്ചാൽ അത് 169 എന്ന നിലയിലേക്ക് മാത്രമാണ് ഉയരുക. അതേസമയം ഉത്തർപ്രദേശ് എന്ന ഒരു സംസ്ഥാനത്ത് മാത്രം ഇപ്പോൾ 80 MPമാരുണ്ട്. അവിടെ MPമാരുടെ എണ്ണം 120 ഉയരും. അതായത് ഉത്തരേന്ത്യയിലെ 2 or 3 സംസ്ഥാനങ്ങളിൽ വ്യക്തമായ ആധിപത്യം നേടാൻ ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് സാധിക്കുന്നുവോ ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഇനിയും അധികാരത്തിൽ തുടരാൻ പറ്റുന്ന സാഹചര്യം ആണ് ഉള്ളത്. നിലവിലെ സാഹചര്യത്തിൽ അത് BJPക്കാണ് എന്ന് നമുക്കെല്ലാം അറിയാം. കാരണം ഈ സംസ്ഥാനങ്ങളിൽ, അതായത് ലോക്സഭാ MPമാരുടെ എണ്ണം കൂടുതലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും BJPക്കാണ് ആധിപത്യം. അപ്പോൾ ദക്ഷിണേന്ത്യ ഒന്നടങ്കം BJPക്ക് കൈവിട്ടു പോയാൽ പോലും ഉത്തരേന്ത്യയിലെ 3 or 4 സംസ്ഥാനങ്ങളിൽ ആധിപത്യം പുലർത്തിയാൽ അധികാരത്തിൽ തുടരാം എന്നതാണ് BJPയുടെ രാഷ്ട്രീയ കണ്ണ്. അതേസമയം പ്രതിപക്ഷ നിര, അതായത് ഇന്ത്യ സഖ്യത്തിന്റെ കണ്ണാകട്ടെ ഇപ്പോൾ 543 സീറ്റുകൾ ആണ് ഉള്ളത്. അതിൽ 33% സംവരണം നടപ്പിലാക്കിയാൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം എന്നത് വലിയ തോതിൽ വർദ്ധിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാഹചര്യം ഏതായാലും ഇന്ന് 4 മണിക്ക് വോട്ടെടുപ്പ് ലോക്സഭയിൽ നടക്കുകയാണ്. എന്താകും അതിന്റെ റിസൾട്ട് എന്നുള്ളത് കാത്തിരുന്ന് കാണാം.